ഹലോ ഫ്രണ്ട്സ്, ക്രോഷ്യ ബിഗിനേഴ്സ് കോഴ്സിൻ്റെ 11ാമത്തെ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലെസണിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യയാണ് പഠിക്കുന്നത്. ട്രിപ്പിളിന് അല്ലെങ്കിൽ ട്രിപ്പിൾ എന്നും പറയും. TC ആണ് അതിൻ്റെ ഷോർട്ട് ഫോം. ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചിന് ട്രിപ്പിൾ ക്രോഷ്യ എന്നും ട്രിപ്പിൾ ക്രോഷ്യ എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുമ്പം കുറച്ചുകൂടി വലിയതാണ്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിനെക്കാളും കുറച്ചുകൂടി വലിയ സ്റ്റിച്ചാണ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഹുക്കിൽ നിന്നും 5ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഹുക്കിൽ നിന്നും ആദ്യത്തേത് ഇത് 1 2 3 4 5. അപ്പോൾ നമ്മൾ 5ാമത്തെ സ്റ്റിച്ചിലായിരിക്കും ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ 2 പ്രാവശ്യം നമ്മൾ യാൺ ഓവർ ചെയ്യണം. ഡബിൾ ക്രോഷ്യയും ഹാഫ് ഡബിൾ ക്രോഷ്യയും ചെയ്തപ്പോഴത്തേനും 1 യാൺ ഓവർ ചെയ്തിട്ടാണല്ലോ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് 1 പ്രാവശ്യം ഇങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് ഒന്നുകൂടി യാൺ ഓവർ ചെയ്യണം. അതായത് 1 ഇങ്ങനെ 2. അപ്പോൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് 5ാമത്തെ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ 5ാമത്തെ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് 1 യാൺ ഓവർ ചെയ്തിട്ട് ആ ചെയിനിലേക്ക് വരിക. ആ ചെയിനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതാ കണ്ടോ 1 2 3 4 4 ലൂപ്പ് വരും. നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് വരും. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ആദ്യത്തെ 2 ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ 1 2 3 വരും. പിന്നെ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് പിന്നെയും 2 ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. പിന്നെയും നമുക്ക് 2 വരും. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റുകയും ചെയ്യണം. പിന്നെ 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ഇറക്കുകയും ചെയ്യണം. ഒന്നുകൂടെ ചെയ്യാം. അതായത് ഇങ്ങനെ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് 1 യാൺ ഓവർ ചെയ്ത് ആ ചെയിനിലേക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 1 2 3 4 ലൂപ്പ് വരും. യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലേക്ക് ഇറക്കുക. അപ്പോൾ 3 ലൂപ്പ് വരും. പിന്നെ യാൺ ഓവർ ചെയ്യുക. പിന്നെ അടുത്ത 2 ലൂപ്പിലേക്ക് ഇറക്കുക. പിന്നെ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിലേക്ക് ഇറക്കുക. ഇതിനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ, ഡബിൾ ക്രോഷ്യേനേക്കാളും വലുതല്ലേ. അപ്പം ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. ഇത് ഞാൻ ഇവിടെ വരെ ചെയ്യാം. അതായത് യാൺ ഓവർ 2 പ്രാവശ്യം ചെയ്യുക. അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്തു. 1 യാൺ ഓവർ ചെയ്തു. ഇങ്ങനെ ചെയിനിലേക്ക് കൊണ്ടുവന്നു. 1 2 3 4 ലൂപ്പുണ്ട്. ആദ്യത്തെ 2 ലൂപ്പിലേക്ക് ഇറക്കി. പിന്നെ അടുത്ത 2 ലൂപ്പിലേക്ക് ഇറക്കി. പിന്നെയും 2 ലൂപ്പിലേക്ക്. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഇത് ഇവിടെ വരെ ചെയ്തിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ എല്ലാ സ്റ്റിച്ചിലും ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇതന്നെ ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റോ ചെയ്യാം. അടുത്ത റോ ലാസ്റ്റ് വരെ ചെയ്തു. ഇനി അടുത്ത റോ ചെയ്യാൻ വേണ്ടി ട്രിപ്പിൾ ക്രോഷ്യ ആകുമ്പോഴത്തേനും 4 ചെയിൻ ഇടുക. 2 3 4 4 ഇടുക. എന്നിട്ട് തിരിക്കുക. ഇങ്ങനെ തിരിച്ചു പിടിക്കുക. അപ്പം നമുക്ക് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ട്രിപ്പിളാണ്. ട്രിപ്പിളായിട്ട് കൂട്ടും. അപ്പം നമുക്ക് അടുത്ത സ്റ്റിച്ച് തൊട്ടാണ് ഇനിയും ചെയ്യേണ്ടത്. അപ്പം ഒന്നുകൂടെ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക്, ഇതല്ലേ അടുത്തത്, ഇത് കണ്ടോ അടുത്ത ഡബിൾ ക്രോഷ്യയില്ലേ. അപ്പം ഇത് അടുത്ത സ്റ്റിച്ച് അതിൻ്റെ 2 ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ചെയിനിൽ കൂടി എടുക്കുക. അപ്പം 4 ലൂപ്പ് വരും. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആദ്യം 2 കൂടി എടുക്കുക. പിന്നെയും 2 കൂടി എടുക്കുക. പിന്നെ 2 ഇങ്ങനെ ഇത് ഫുൾ ചെയ്യുക. അതുപോലെ ലാസ്റ്റത്തെ ഈ ചെയിനിൽ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ചെയിനാണ്. ഈ ചെയിനിൽ കൂടിയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സ്റ്റിച്ചും ഒരേപോലെ എല്ലാ റോയിലും ഒരേപോലെ വരത്തുള്ളൂ. ഓക്കെ, ഡബിൾ ക്രോഷ്യ അല്ല, ട്രിപ്പിൾ ക്രോഷ്യ. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ചെയിനിലേക്ക് ഓക്കെ. ഞാൻ എല്ലാ സ്റ്റിച്ച് വരെ ചെയ്തിട്ട് കാണിക്കാം. ഈ ചെയിനിൽ നമ്മൾ ടേൺ ചെയ്തപ്പോൾ ഇട്ട ചെയിനിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം. ഇത് ഞാൻ ഈ സ്റ്റിച്ച് വരെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെ ചെയ്തു. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ആദ്യം നമ്മൾ വിട്ട 4 സ്റ്റിച്ച്.
നാലല്ല 5 സ്റ്റിച്ച്. ഇവിടെ ടേൺ ചെയ്തപ്പോഴും നമ്മളൊരു ചെയിൻ വിട്ടല്ലോ, അതേപോലെ തന്നെ ടേൺ ചെയ്തപ്പോൾ നമ്മൾ 4 ചെയിൻ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇവിടെ ആദ്യം നമ്മൾ 5 ചെയിൻ 5ാമത്തെ സ്റ്റിച്ചിലല്ലേ ചെയ്തത്, അപ്പോൾ ആ ചെയിനാണ് ഇത്. അപ്പോൾ അവിടെയും കൂടി നമ്മളൊരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ റോയിലും സെയിം ആയിട്ട് വരത്തുള്ളൂ. ചിലപ്പോൾ അത് നമ്മൾ വിട്ടുപോകും ചെയ്യാനായിട്ട്, ആ റോ ചെയ്യാനായിട്ട് വിട്ടുപോകും, അതൊരിക്കലും വിട്ടുപോകരുത്, അവിടെ കൂടി ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് കണ്ടില്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ 1 2 ഒന്നാമത്തെ റോയിലേത്, രണ്ടാമത്തെ റോയിലേത് എടുത്ത് അങ്ങനെ കറക്റ്റ് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഈ ചെയിനിൽ ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ റോയും ചെയ്ത് വരുമ്പോഴത്തേനും ഇത് ഇങ്ങനെ ഒരേപോലെ ഇരിക്കത്തില്ല, കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. അപ്പോൾ എപ്പോഴും ഈ ചെയിനിലത്തേതും കൂടി ചെയ്യാൻ വേണ്ടി ഓർക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.